നിമിഷപ്രിയയുടെ മോചനം ഇതുവരെ സാധ്യമായില്ല. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് മോചനം സാധ്യമാവുമെന്ന് കേട്ടു. ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. മാത്രമല്ല, ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വിളിക്കാനായിട്ട് ഈ കാന്തപുരം ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നു. മോദിയെ വിളിക്കുന്നു എന്നെനിക്കറിയില്ല. മോദി സർക്കാരിൻ്റെ സഹായം ഇപ്പോൾ കാന്തപുരം നേടിയിരിക്കുകയാണ്. ഇതാണ് അടിസ്ഥാന വിഷയം. കാരണം ഈ കാന്തപുരം ഇടപെട്ടു, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നൊക്കെ വലിയ കാമ്പയിൻ, വലിയ പ്രചാരണം നമ്മുടെ നാട്ടിൽ നടന്നു. അപ്പോൾ ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഇവരുടെ അയാൾക്കെതിരെ ചില അലിഗേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അയാൾ ആയിട്ട് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ സംസാരിക്കുമ്പോൾ ഇയാൾ ബന്ധപ്പെട്ടവരുടെ മോദിക്ക്, അമിത്ഷായ്ക്ക്, നമ്മുടെ ഗവർണർക്കൊക്കെ നന്ദി പറയുമ്പോൾ ഒരു ലേഖകൻ ചോദിക്കുന്നു, കാന്തപുരത്തിൻ്റെ പേരെന്താ പറയാത്തത്? ഉടനെ സാമുവൽ ജെറോം പറഞ്ഞ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, 13-ാം തീയതി അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തലവൻ യമൻ പ്രസിഡൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് 13-ാം തീയതി തന്നെ വധശിക്ഷ നീട്ടിവെക്കാൻ തീരുമാനിച്ച് 14-ാം തീയതി ഉത്തരവിറങ്ങി. ഞായറാഴ്ച, ശനിയാഴ്ച തീരുമാനിച്ചു, ഞായറാഴ്ച ഉത്തരവിറങ്ങി. തിങ്കളാഴ്ചയാണ് കാന്തപുരം താൻ ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറയുകയും വധശിക്ഷ നീട്ടിവെച്ചു എന്ന് പറയുകയും ചെയ്യുന്നത്. അതായത് കാന്തപുരം ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനം വന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. അതേ തുടർന്ന് ഇന്ത്യ സർക്കാർ പരാജയപ്പെട്ടിടത്ത് കാന്തപുരം ജയിച്ചിരിക്കുന്നു. ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും വലിയ ഒരു അധികാര കേന്ദ്രം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സ്വാധീനമുള്ള ആൾ എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണം ബോധപൂർവ്വം അഴിച്ചുവിട്ടു. കാരണം കേന്ദ്ര സർക്കാരിന് പിടിപ്പുകേടാണ്, അതിനുള്ള പിടിപ്പൊന്നുമില്ല, ഞങ്ങളുടെ ഉസ്താദ് വിചാരിച്ചപ്പോൾ നടന്നു. അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവിൻ്റെ പത്രസമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട കാര്യം നമ്മളൊരു സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നീക്കുന്നു എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഡൽഹിയിലെ ലേഖകനാണ് ചോദിച്ചത്. വിഷ്വൽ കണ്ടു, ശബ്ദം കൊണ്ട് മനസ്സിലായി. അല്ല, കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടല്ലോ, കേന്ദ്ര സർക്കാരിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ വേണ്ടി ആ ചോദ്യം ചോദിപ്പിച്ചതാണെന്ന് വളരെ വ്യക്തമാണ്. അതിൻ്റെ വിഷ്വൽസ് ഓഡിയോ കേൾക്കുമ്പോൾ അറിയാം. കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ സാമുവൽ ജെറോമിനോട് ചോദിച്ച പോലെ വിദേശകാര്യ വക്താവിനോട് ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി ലേഖകൻ ചോദിക്കുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാർ വക്താവ്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് അറിയില്ല, കാന്തപുരത്തിൻ്റെ പേര് പോലും പറഞ്ഞില്ല, അങ്ങനെ ഒരു ആളെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, അത് സംബന്ധിച്ചുള്ള ഒരു രേഖയും ഞങ്ങളുടെ മുന്നിലില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ സെറ്റ് ബാക്കായിരുന്നു. കാരണം വിദേശകാര്യ മന്ത്രാലയം അറിയാതെ വിദേശത്തെ ഒരു പണ്ഡിതൻ വഴി, സൂഫി പണ്ഡിതൻ വഴി ഇവിടെ നിന്നൊരു ഇടപെടൽ നടത്തി, ചർച്ചകൾ നടത്തി എന്നൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ചില ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ വിദേശകാര്യ മന്ത്രാലയം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഞങ്ങളൊരു സ്വകാര്യ വ്യക്തിയുടെ സഹായം തേടി എന്ന് പറയാൻ പറ്റില്ല. അത് അറിഞ്ഞോ, ഏതായാലും കാന്തപുരത്തിൻ്റെ പേര് പോലും പറയാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, ഇത് പലപ്പോഴും ഈ സർക്കാരിന് പറ്റാത്ത കാര്യങ്ങൾ ബാക്ക് ചാനൽ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്, ഇന്ത്യയും ചെയ്തിട്ടുണ്ട്. പണ്ട് നേഴ്സുമാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോഴും, ഫാദർ ഉഴുന്നാലിനെ രക്ഷപ്പെടുത്തിയപ്പോഴും ഒക്കെ നമ്മൾ IS ഭീകരന്മാരാണല്ലോ തട്ടിക്കൊണ്ടുപോയത്. നമ്മൾ ഇത്തരം ചില കേന്ദ്രങ്ങളുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ മിണ്ടാതിരിക്കുന്ന സമയത്ത് പോലും വേറൊരു ബാക്ക് ചാനൽ വഴി ചില സംസ്ഥാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്, രാജ്യാന്തര നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ സർക്കാരിനെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെയും കൂടാതെ അവരുടെ കഴിവുകൾക്കപ്പുറത്തുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന തരത്തിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചതോടെയാണ് കാന്തപുരം നടത്തി എന്ന് പറയപ്പെടുന്ന ശ്രമങ്ങൾക്ക് എതിരെ വ്യാപകമായ വിമർശനം കേരളത്തിലുണ്ടായത്. സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ്, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടിയിരുന്നത്. പക്ഷെ കാന്തപുരം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കാന്തപുരത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ കണ്ടില്ലേ, മോദിക്ക് പറ്റാത്തത്, മോദിയുടെ സർക്കാരിന് പറ്റാത്തത് ഞങ്ങൾ നേടിയെടുത്തു എന്ന തരത്തിൽ ഒരു വ്യാപക പ്രചാരണം നടത്തിയത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിയിരുന്നു. ഇപ്പോൾ ഇന്നലെ കാന്തപുരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്, ഇനിയുള്ള ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കണം. അത് കാന്തപുരം നയിക്കുന്ന ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേന്ദ്രം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. കേന്ദ്രം അയക്കുന്ന ഡെലിഗേഷൻ്റെ കൂടെ കാന്തപുരത്തിൻ്റെ പ്രതിനിധികളെ വിടാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേന്ദ്രം സ്വീകരിക്കാൻ തയ്യാറുണ്ട്. അല്ല, കേന്ദ്ര സർക്കാർ, ഇന്ത്യ മഹാരാജ്യം, ഒരു സോവറിൻ പവറായ മഹാരാജ്യം ഒരു മതപണ്ഡിതൻ നടത്തുന്ന ചർച്ചാ സംഘത്തിൽ ഞങ്ങൾ രണ്ടുപേരെ അയച്ചേക്കാം എന്ന് പറഞ്ഞ് അയക്കുമെന്ന് കരുതാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല.
അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഇനി നിങ്ങളെ ആരെങ്കിലും ഡെലിഗേഷൻ അയക്കാനുണ്ടെങ്കിൽ ആ ലിസ്റ്റ് തരൂ, ഞങ്ങൾ നോക്കട്ടെ, നമുക്ക് ചെയ്യാം, നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന നിലപാടേ വിദേശകാര്യ മന്ത്രാലയം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാന്തപുരം ഇപ്പം പറയുന്ന വിദേശകാര്യ വകുപ്പുമായി യോജിച്ച പ്രവർത്തനം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്ലാഘനീയമാണ്. അങ്ങനെ വേണം ചെയ്യാൻ. കാരണം ഒരു പരമാധികാര രാജ്യം, മറ്റൊരു രാജ്യം, അവിടെ പരമാധികാരമുള്ളത് ജനാധിപത്യ സർക്കാരിനാണോ അതോ ഹൂത്തികൾക്കാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. മറ്റൊരു സർക്കാരുമായി ചർച്ച നടത്തുന്നതിൻ്റെ റിസൾട്ട്, ഇമ്പാക്റ്റ് രണ്ട് വ്യക്തികളോ രണ്ട് മതസംഘടനകളോ നടത്തുന്നുണ്ടാവില്ല. അപ്പോൾ അന്ന് നേരത്തെ പറഞ്ഞ ഒരു AP സുന്നിയുടെ ഒരു നേതാവ് എങ്ങനെയാണ് യമനിലുള്ള അവിടുത്തെ ഭീകരവാദ സംഘടനയാണല്ലോ ഭരണം നടത്തുന്നത്. ഭീകര സംഘടന. അപ്പോൾ അവരുമായിട്ട് ഇവിടെയുള്ള ഒരു മതനേതാവ് ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ തന്നെ ചില പൊരുത്തക്കേടുകളില്ലേ? ചില പൊരുത്തക്കേടുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ പോസിറ്റീവാണ്. അദ്ദേഹം അതിന് വിശദീകരണത്തോടെ പറയുന്നുണ്ട്. നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്താൻ ഇതാവശ്യമാണ്. ഏതാണ്? വിദേശകാര്യ വകുപ്പുമായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനം. ഇതാദ്യമേ ചെയ്യാമായിരുന്നല്ലോ. ഇതാദ്യമേ ചെയ്യാതിരുന്നു എന്നതുകൊണ്ടാണ് ഇതൊരു വലിയ വിവാദമാവുകയും കാന്തപുരം പരക്കെ വിമർശിക്കപ്പെടുകയും ചെയ്തത്. ഇന്ത്യ സർക്കാരിനേക്കാളും വലുതാണ് തങ്ങളുടെ ഉസ്താദെന്നോ തങ്ങളുടെ മതവിഭാഗമെന്നോ ആരെങ്കിലുമൊക്കെ ശടിച്ചാൽ, ഏതു മതം ശടിച്ചാലും, അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമാണേലും ഇസ്ലാമാണേലും, ഒരു പരമാധികാര സർക്കാരിനേക്കാളും വലിയ സ്വാധീനം തങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗുണപരമായ മാറ്റമല്ല. ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നിയത് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അല്ലേ? അതെ, മലയാളത്തിൽ പോസ്റ്റ് ഇട്ടു. മലയാളത്തിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ നമ്മുടെ ഒരു ടെലിവിഷൻ ചാനലായ 24-ൻ്റെ കാർഡ് ടാഗ് ചെയ്തിട്ടാണ് പോസ്റ്റ് ഇട്ടത്. 24-ൻ്റെ കാർഡിൽ പറയുന്ന തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ നടത്തി എന്നാണ്. അതേ സംബന്ധിച്ച് ഈ തലാലിൻ്റെ സഹോദരൻ ഇട്ടിരിക്കുന്നു, പച്ചക്കള്ളമാണ്, ഇങ്ങനൊരു ചർച്ച നടന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് പ്രതികാരമാണ് വേണ്ട തരത്തിൽ മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി മലയാളത്തിലിടാം. അദ്ദേഹത്തിന് യമനിലെ ഭാഷ ഏതാണോ അല്ലെങ്കിൽ അറബിയിൽ എഴുതിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുത്താൽ മലയാളത്തിൽ കിട്ടും. അതൊക്കെ. പക്ഷേ മലയാളത്തിൽ 24 എന്ന് പറയുന്ന ചാനൽ ഇറക്കിയ കാർഡ് എങ്ങനെ തലാലിൻ്റെ സഹോദരൻ കണ്ടാൽ തന്നെ അതെങ്ങനെ വായിച്ചു? അതും വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് വായിച്ചു എന്ന് പറയാം. പക്ഷേ മലയാളത്തിൽ ഇറങ്ങിയ ഇങ്ങനൊരു കാർഡിലെ കോണ്ടൻറ്റ് ഇതാണെന്ന് തലാലിൻ്റെ സഹോദരൻ ആര് പറഞ്ഞു കൊടുത്തു? അപ്പോൾ നിശ്ചയമായും ചില മലയാളികൾ ഇവിടെ നിമിഷയെ രക്ഷിക്കാൻ സേവ് നിമിഷപ്രിയ എന്ന് കാന്തപുരം അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ മറ്റ് ചിലർ ഒരു കാരണവശാലും തലാലിൻ്റെ കുടുംബം മനസ്സു മാറ്റരുത്, മാപ്പ് കൊടുക്കരുത്, നിമിഷപ്രിയ തിരിച്ചു വരരുത്, നിമിഷപ്രിയയെ കൊന്നിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകളുണ്ട്. ഈ തലാലിൻ്റെ സഹോദരൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ തലാലിനെ കൊന്നത് മാത്രമല്ല മൃതദേഹത്തോട് അനാദരവ് കാട്ടി. അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. 110 കഷ്ണമായിട്ട് അതിനെ പീസ് ആക്കിയെന്ന് പറഞ്ഞാൽ അത് വലിയ അനാദരവാണെന്നും ഒരു കൊലപാതകം പോലെ അല്ല എന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താ ക്ഷമ കൊടുക്കാനോ അല്ലെങ്കിൽ ക്ഷമിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യത വളരെ കുറവല്ലേ? ആയിരിക്കാം, അത് ഡിപ്പെൻസ്. മറ്റൊന്നുണ്ട്, ഈ നിമിഷപ്രിയ ഒറ്റയ്ക്കല്ലല്ലോ ഈ 110 കഷ്ണമായിട്ട് മുറിച്ചത്. അല്ല, അത് യമൻകാരിയായ ഒരു സ്ത്രീയാണ്. അവരെവിടെ? അവർക്ക് വധശിക്ഷ കിട്ടിയോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ IPCയിലെ സെക്ഷൻ 34 ഉണ്ട്. അതായത് രണ്ടുപേരും നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഒരുമിച്ച് ഓടിപ്പോയി ഒരുത്തനെ ആക്രമിക്കുന്നു. അതിനിടയ്ക്ക് ഒരുത്തൻ കത്തി കൊണ്ട് കുത്തി, ആൾ മരിച്ചുപോയി. സെക്ഷൻ 34 ഇട്ട് കുത്തിയ ആൾ മാത്രമല്ല ആ കൂട്ടത്തിലുണ്ട് എന്ന് എല്ലാവർക്കെതിരെയും കൊലക്കുറ്റം ചാർജ് ചെയ്യും. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ അങ്ങനെയാണ്, കോമൺ ഇൻറ്റൻഷനാണ്. സെക്ഷൻ 34 പഴയ IPCയിൽ, BNSലെ സെക്ഷൻ എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് അറിയില്ല, നോക്കിയാലേ അറിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലേ. അപ്പം ഈ നിമിഷപ്രിയ ഈ തലാലിനെ കൊലപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ കൂടെ സഹായിച്ച ആളും നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം സമാനമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടും, ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ യമനിൽ സഹായിച്ച ആൾക്ക് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും മറ്റേ ആൾക്ക് എന്ത് ശിക്ഷ കിട്ടി? മറ്റേ ആളുകൾക്കോ? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ തുല്യനീതിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടുത്തെ നിയമം വേറെയാണ്, ശരിയാ നിയമമാണ്. അവിടെ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാഫിർ ആണെങ്കിൽ കാഫിറിന് ശിക്ഷ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോയിൻ്റ് അതല്ല, ഈ മലയാളത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ, കാർഡുകൾ അത് തിരഞ്ഞെടുത്ത് എത്രയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി തലാലിൻ്റെ സഹോദരൻ അയച്ചു കൊടുക്കുന്ന ആരാണ്? എന്തിനാണ് തലാലിൻ്റെ
സഹോദരൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയിട്ട് മലയാളത്തിലും അറബിയിലും അയാളെ ചീത്ത വിളിക്കുന്നത് അയാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ. അവിടെ പോയിട്ട് അപേക്ഷിച്ച മനസ്സിലാവും, നിങ്ങൾ ക്ഷമിക്കൂ, ഞങ്ങളുടെ സഹോദരിയാണ്. അല്ലാതെ ഇയാളെ കണ്ടമാനം ചീത്ത വിളിക്കുകയാണ്. അത് മലയാളത്തിൽ എഴുതിയാലും അയാൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി വായിക്കാൻ പറ്റും, അറബിയിൽ എഴുതിയാൽ വളരെ നേരിട്ട് തന്നെ വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ച് ഒരു കാരണവശാലും നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവിടെ കൊല്ലപ്പെട്ടത് ഒരു ദീനിയായ മുസ്ലിമും കൊലയാളി ഒരു കാഫിറുമാണ്. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതേസമയം കാന്തപുരത്തിനെ പോലെ അവരെ രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇതിൻ്റെ വേണ്ടിയുള്ള ഫണ്ട് പിരിവിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തക ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. സാമുവൽ ജെറോമിനെതിരെ ആക്ഷേപം വരുന്നുണ്ട്. സാമുവൽ ജെറോമിനെതിരെ ആക്ഷേപം വരാൻ അദ്ദേഹം കാന്തപുരത്തെ തള്ളിപ്പറഞ്ഞത് ഒരു കാരണമാണ്. അതും കാണാം. അങ്ങനെ ആകെ കൂടി ഇത് ആകെ അവിയൽ പോലെ കുഴഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് കാന്തപുരം ഒരു ശരിയായ നിലപാടിലേക്ക് വന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടും, സഹായം വേണം, കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വേണം എന്ന് നിലപാടെടുത്ത്. ഇത് ശരിയായ നിലപാടാണ്. ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാന്തപുരത്തിന് കേന്ദ്ര സർക്കാരും സഹായിക്കണം. നമ്മൾ സർവാത്മന പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.